ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാർത്തിക നക്ഷത്രത്തോടു കൂടി വരുന്ന ഞായറാഴ്ച. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാവിധ തടസ്സങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുവാനും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോകുവാനും, സാമ്പത്തികപരമായ പ്രശ്നങ്ങളാകട്ടെ, ആരോഗ്യപരമായ പ്രശ്നങ്ങളാകട്ടെ, ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടുന്നുവോ അതെല്ലാം തന്നെ ഇല്ലാതാകുവാനായി സുബ്രഹ്മണ്യ സ്വാമിയെ വഴിപാട് ചെയ്യണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ വഴിപാടുകളിലൂടെ ഒരുപാട് പേർക്ക് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. വീടില്ലാത്തവർക്ക് സ്വന്തമായ ഒരു വീട്, തൊഴിൽ ഒന്നും തന്നെ ശരിയാകുന്നില്ല എന്ന് പറയുന്നവർക്ക് അവർ ആഗ്രഹിച്ചതിനപ്പുറവും തൊഴിലിൽ ഉയർച്ച നേടുവാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, സ്വന്തമായി വരുമാനമില്ലാത്തവർക്ക് വരുമാന മാർഗം കണ്ടെത്തുവാൻ സഹായിച്ചിട്ടുണ്ട്. വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതും നേടിക്കൊടുത്തിട്ടുണ്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ വഴിപാടിലൂടെ എന്നാണ് പറയുന്നത്. അത്രയും മഹത്തായ വഴിപാടാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ വഴിപാട് എന്ന് പറയുന്നത്. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും ഉചിതമായ ദിവസങ്ങൾ എന്ന് പറയുന്നത് മാസം തോറും വരുന്ന ഷഷ്ടിവ്രതം, അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രം അല്ലെങ്കിൽ കൃത്തിക എന്നെല്ലാം പറയും. ഇവ രണ്ടുമാണ്. അതുമാത്രമല്ല തൈപ്പൂയം, വൈകാശി വിശാഖം, അതുപോലെ തന്നെ നമുക്ക് സ്കന്ദഷഷ്ടി കാലങ്ങൾ, ഇവയെല്ലാം തന്നെ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും അനുയോജ്യമായതാണ്. പക്ഷേ മാസം തോറും ഷഷ്ടിവ്രതം അനുഷ്ഠിച്ച് വഴിപാട് ചെയ്യുന്നവരും ഒരുപാട് പേരുണ്ട്. കൃത്തിക വ്രതം അനുഷ്ഠിച്ച് വഴിപാട് ചെയ്യുന്നവരും ഒരുപാട് പേരുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്ന് കൃത്തിക നക്ഷത്രം ആരംഭിക്കുന്ന സമയം എപ്പോഴാണെന്നാൽ പഞ്ചാംഗ പ്രകാരം ഇന്ന് ഉച്ചസമയം 3:53 കൃത്തിക നക്ഷത്രം തുടങ്ങുകയും നാളെ 2:40 അതായത് നാളെ ഉച്ചസമയം 2:40 കൃത്തിക നക്ഷത്രം അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏതൊരു ആഗ്രഹത്തെയും നിറവേറ്റിയെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് ഈ ഇടയിലുള്ള സമയങ്ങളിൽ ഏതൊരു സമയത്തു വേണമെങ്കിലും ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം 6 തവണ വളരെ വിശ്വാസത്തോടു കൂടി ചൊല്ലാവുന്നതാണ്. പൂജാമുറിയിൽ കയറി ചൊല്ലുവാൻ സാധിക്കുന്നവർ തീർച്ചയായും ഇന്ന് വൈകുന്നേരം സുബ്രഹ്മണ്യ സ്വാമിയുടെ പടത്തിന് മുൻപിൽ നെയ് ദീപമോ അല്ലെങ്കിൽ നല്ലെണ്ണ ദീപമോ തെളിയിച്ചുകൊണ്ട് നമുക്ക് അവിടെ ഇരുന്നു കൊണ്ട് ഈ മന്ത്രം 6 പ്രാവശ്യം ചൊല്ലാവുന്നതാണ്. ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ ഇന്ന് മനസ്സുരുകി തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഈ മന്ത്രം ചൊല്ലുകയാണെങ്കിൽ ജീവിതത്തിൽ എത്ര വലിയ ആഗ്രഹങ്ങളാണ് നിങ്ങൾ നിറവേറി കിട്ടുവാനായി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് എങ്കിലും ആ ആഗ്രഹം ഉടനടി നിറവേറി കിട്ടുന്നതായിരിക്കും. ഇനി അഥവാ ഇന്ന് പൂജാമുറിയിൽ കയറാൻ സാധിക്കില്ല, ഇന്ന് ഞായറാഴ്ച ആയത് കാരണം ഞങ്ങൾ നോൺ വെജ് കഴിച്ചു എന്ന് പറയുന്നവർക്കും ഇന്ന് ചൊല്ലേണ്ട ഒരു മന്ത്രത്തെക്കുറിച്ച് ഞാൻ ഇവിടെ പറയാം. അത് നിങ്ങൾക്ക് 6 പ്രാവശ്യമോ അല്ലെങ്കിൽ 21 പ്രാവശ്യമോ ജപിക്കാവുന്നതാണ്. ആദ്യം പൂജാമുറിയിൽ കയറി ഇരുന്ന് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കേണ്ട ആ അത്ഭുത മന്ത്രം ഏതാണ് എന്ന് കാണാം. ഉരുവായ് അരുവായ് ഉളതായ് ഇലതായ് മറുവായ് മലരായ് മണിയായ് ഒളിയായ് കരുവായ് ഉയിരായ് ഗതിയായ് വിധിയായ് ഗുരുവായ് വരുവായ് അരുൾവായ് ഗുഹനെ എന്നുള്ള ഈ മന്ത്രമാണ്. ഇത് അരുണഗിരിനാഥർ സ്വാമികൾ നമുക്ക് അരുൾ ചെയ്ത കന്ദർ അനുഭൂതിയിലെ 51ാമത്തെ പതികമാണ്. ഇതിൽ പലർക്കും സംശയമുണ്ട്, ഈ ഉരു എന്ന് പറയണോ ഉറു എന്ന് പറയണോ എന്ന്. ഉരുവായ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, അതേ രീതിയിൽ തന്നെയാണ് തമിഴിൽ ഉറു എന്ന് പറയുന്നത്. ഉരുവം എന്ന് പറയും, രൂപത്തിനെയാണ് പറയുന്നത്. അതായത് രൂപമുള്ളവനും രൂപമില്ലാത്തവനും എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉരു എന്ന് പറയണോ ഉറുവായ് എന്ന് പറയണോ എന്ന് സംശയം വേണ്ട. നിങ്ങൾക്ക് എങ്ങനെ പറയുവാൻ ആഗ്രഹമുണ്ടോ, ഉരുവായ് അരുവായ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഉറുവായ് അറുവായ് എന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആദ്യത്തിന് റാ എന്ന് കൊടുത്തിരിക്കുന്നത്, രണ്ടാമത്തിന് രാ എന്ന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഉളതായ് ഇലതായ് എന്നാണ് വരുന്നത്, ഇളതായ് എന്ന് വരില്ല. മറുവായ് മലരായ് മണിയായ് ഒളിയായ് കരുവായ് ഉയിരായ് ഗതിയായ് വിധിയായ് ഗുരുവായ് വരുവായ് അരുൾവായ് ഗുഹനെ എന്ന് പറയുന്നത്. ഇതിൻ്റെ വിശദീകരണങ്ങളെല്ലാം നേരത്തെ പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഇതിനെ ഞാൻ ഇവിടെ ലെങ്താക്കി പറയുന്നില്ല. ഈ ഒരു മന്ത്രം 6 തവണ നമുക്ക് ജപിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും ദീപം തെളിയിച്ച് ഈ മന്ത്രം ചൊല്ലുന്നത് പെട്ടെന്ന് ഫലപ്രാപ്തി നേടിത്തരുന്നതായിരിക്കും. ഇനി അഥവാ ദീപം തെളിയിക്കാൻ സാധിക്കില്ല, ഞങ്ങൾ പുറത്താണ്, പക്ഷെ ശുദ്ധമായിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് തന്നെ കണ്ണുകളടച്ച് സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഇനി പലർക്കും സംശയമുണ്ടാകും, ഇന്ന് എത്ര മണിക്കുള്ളിൽ ഇത് ജപിക്കണമെന്ന്. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഏതൊരു സമയത്ത് വേണമെങ്കിലും ചൊല്ലാം. ഒരു പക്ഷേ ഉറങ്ങുന്നതിന് മുന്നേ ജപിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ ഉച്ച സമയം വരെ 2 മണി വരെയും നമുക്ക് കൃത്തിക നക്ഷത്രമുള്ളതിനാൽ രാവിലെ ദീപം തെളിയിച്ച് ബ്രഹ്മമുഹൂർത്ത സമയത്തിലും നമുക്ക് ഈ മന്ത്രം ജപിക്കാം.
ജപിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ ചൊല്ലുമ്പോൾ ആ ആഗ്രഹ സാഫല്യം പെട്ടെന്ന് തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് പീരിയഡ്സ് ആണ്, പുലവാലായ്മയാണ്, നോൺ വെജ് കഴിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് എങ്ങനെയാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്തിനായി ഇന്നത്തെ ഈ ഒരു കൃത്തിക വഴിപാട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിലും സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ ആ ഒരു രൂപത്തെ ഒരിക്കലും മാറ്റി നിർത്തുവാൻ സാധിക്കില്ല. നിങ്ങൾക്ക് അതിനാൽ തന്നെ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം എത്ര തവണ ചൊല്ലുവാൻ സാധിക്കുന്നുവോ അത് ചൊല്ലാം. ഇനി ഓം എന്നുള്ളത് ചൊല്ലാൻ ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ ശരവണ ഭവ എന്നുള്ളത് ചൊല്ലാം, അല്ലെങ്കിൽ രഹണ ഭവസ എന്നുള്ള മന്ത്രം ചൊല്ലാം. അങ്ങനെ നമുക്ക് മുരുക ഭഗവാന്റെ ഏതൊരു മന്ത്രം വേണമെങ്കിലും ഇന്ന് ജപിക്കാവുന്നതാണ്. 6 പ്രാവശ്യം, 21 പ്രാവശ്യം, 108 പ്രാവശ്യം എന്നിങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ ഒരു നിലപ്പെടുത്തിക്കൊണ്ട് ചൊല്ലുന്ന ഈ മന്ത്രങ്ങൾക്ക് അതീത ശക്തിയാണ് ഉള്ളത്. അതും സാധാരണ ദിവസങ്ങളിൽ ജപിക്കുമ്പോൾ തന്നെ പൂർണ്ണ ഫലം നേടിത്തരുന്ന ഈ ഒരു മന്ത്രം ഇന്ന് കൃത്തിക ദിവസത്തിൽ ജപിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഫലം നമ്മളെ തേടി വരും. ഏത് കാര്യമാണ് മനസ്സിൽ കരുതിയിരിക്കുന്നതെങ്കിലും സാരമില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനേകായിരം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം ഉടനെ നിറവേറി കിട്ടണം എന്ന് മനസ്സിൽ കരുതിക്കൊണ്ടോ നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ വരെയും ജപിക്കാം, നാളെ ഉച്ച സമയം വരെയും നമുക്ക് ജപിക്കാവുന്നതാണ്. ഇനി ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നവരാണെങ്കിൽ അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ 6 നെയ്ദീപം തെളിയിച്ച് ഞാൻ ഉരുവായ് അറുവായ് എന്ന് തുടങ്ങുന്ന ആ ഒരു മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ്. സ്കന്ദഷഷ്ടി കവചം പാരായണം ചെയ്യാവുന്നതാണ്. വേൽ മാറൽ മഹാമന്ത്രം എന്ന് ചൊല്ലാവുന്നതാണ്. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചുവന്ന അരളിപ്പൂക്കൾ വാങ്ങിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് തേൻ അഭിഷേകത്തിനായിട്ട് വാങ്ങിച്ചു കൊടുക്കാം. സുബ്രഹ്മണ്യ സ്വാമിക്ക് തേൻ വാങ്ങിച്ചു കൊടുക്കുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിലെ കടം പ്രശ്നങ്ങൾ കാണാതെ പോകുമെന്നാണ് പറയുന്നത്. എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും മുരുക ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തി അവിടെ തേൻ അഭിഷേകത്തിനായിട്ട് വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അളവറ്റ നന്മകൾ വന്നു ചേരും. അതുകൊണ്ട് തന്നെ ഈ ഒരു വഴിപാടിലൂടെ ഒരുപാട് പേർക്ക് നല്ല നല്ല മാറ്റങ്ങൾ വന്നതായും നമ്മളെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ എടുത്ത് പറയുവാനായിട്ട് കാരണം. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞതിൽ ഏതൊരു രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. മറക്കാതെ നിങ്ങൾക്ക് എന്താണോ ഇന്നത്തെ ദിവസത്തിൽ ജപിക്കുവാൻ സാധിക്കുന്നത് അത് ചൊല്ലി നോക്കുക. അതുപോലെ തന്നെ പലരും ചോദിക്കുന്നുണ്ട്, മാഡം വേൽ ഉണ്ടോ നമ്മുടെ കയ്യിൽ, വേൽ സെയിൽ ചെയ്യുന്നുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. വേൽ നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു വാട്സാപ്പ് നമ്പർ നേരത്തെ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സാപ്പ് ചെയ്താൽ മതിയാകുന്നതാണ്. നമ്മുടെ ഗിവ് എവേയിലൂടെ സെലക്ട് ആയവർക്ക് നാളെ മുതലാണ് വേൽ അയക്കുവാൻ തുടങ്ങുന്നത്. കുറച്ച് വൈകിപ്പോയി, ക്ഷമിക്കണം. മാത്രമല്ല സെലക്ട് ആയിട്ടില്ല എങ്കിലും സാരമില്ല, നിങ്ങളുടെ കയ്യിൽ വേൽ ഉണ്ടെങ്കിൽ ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വേൽ അവൈലബിൾ ആണ്. നമുക്ക് ചെറിയൊരു തുക മാത്രമേ അതിന് വരുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ തന്നെ വേൽമാറൽ മഹാമന്ത്രം മലയാളം വേർഷൻ ഉണ്ട്, സ്കന്ദഷഷ്ടി കവച പാരായണം മലയാളം വേർഷൻ ഉണ്ട്. തിരുപ്പുകൾ മാത്രം മലയാളത്തിൽ ഇതുവരെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അത് കിട്ടിയാൽ ഉടൻ തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്. അതുകാരണമാണ് ഞാൻ ഓരോ ചൊവ്വാഴ്ച ദിവസങ്ങളിലും കഴിവതും ഓരോ തിരുപ്പുകളെക്കുറിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആവശ്യങ്ങൾ നിറവേറി കിട്ടുവാനായിട്ടുള്ള തിരുപ്പുകഴുകൾ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ വരുന്ന ചൊവ്വാഴ്ച അതിനെക്കുറിച്ച് ഇടുന്നതായിരിക്കും. ഞാനിപ്പോൾ സ്വന്തം വീടിന് വേണ്ടിയുള്ള തിരുപ്പുകൾ, അതുപോലെ തന്നെ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൻ്റെ തിരുപ്പുകൾ, പഴനി ക്ഷേത്രത്തിൻ്റെ തിരുപ്പുകൾ, ദീപം തെളിയിക്കുമ്പോൾ ചൊല്ലേണ്ട തിരുപ്പുകൾ, രോഗങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയുള്ള തിരുപ്പുകൾ എന്നിവയെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും അതിനുള്ള ഒരു മറുപടിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വഴിപാട് അല്ലെങ്കിൽ ഇന്ന് ചൊല്ലേണ്ട ഈ മന്ത്രത്തെക്കുറിച്ച് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്നും വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.